കോളം MLA എം വിൻസെന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. MLA എന്താ മനസ്സിലാക്കുന്നത്? എന്തായാലും കുട്ടി വന്നു വീഴാനുള്ള സാധ്യതയില്ല. ഇന്ന് രാവിലെ 5 മണിവരെ ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലൊരു സംഭവം ഉണ്ടായത്, ഈ അമ്മയുടെ സഹോദരൻ കിടന്ന മുറിയിൽ തീ കത്തിയ സംഭവം. അവിടെ തീ അണച്ചിട്ട് കുഞ്ഞിനെ നോക്കാം അമ്മയും കൂടി വരുമ്പോഴാണ് കാണുന്നില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഞാൻ ഉറങ്ങി കിടക്കുകയായിരുന്നു, അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇന്നിവിടെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. ഇവിടെ ഒരു മരണം നേരത്തെ നടന്നതിൻ്റെ 16-ൻ്റെ ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പോലീസ് വളരെ അതിരാവിലെ തന്നെ നെയ്യാറ്റിൻകര DSPയുടെ നേതൃത്വത്തിൽ പോലീസെല്ലാം ഇവിടെ എത്തി സ്ഥലം മൊത്തം പരിശോധിച്ചു. പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. ഫയർഫോഴ്സിൻ്റെ പരിശോധനയിലാണ് കുട്ടി ഇതിനകത്തുള്ളതായിട്ട് കണ്ടെത്തിയത്. ഇത് എന്താ തീപിടുത്തം? അതെന്താണ്? തീ പിടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട് ആ തീ കത്തിയ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പ്രിലിമിനറി സ്റ്റേജിൽ അതിനെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യമാണ്, ഈ അമ്മമ്മയെല്ലാം പറയുന്നത്, ഈ കുഞ്ഞ് വീടിന് പുറത്തിറങ്ങത്തില്ല. മൂത്ത കുഞ്ഞാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി, ഈ കുഞ്ഞ് പടിയുടെ പുറത്തിറങ്ങത്തില്ല. മാത്രമല്ല ആ സമയത്ത് കുട്ടി എടുത്ത് കിടത്തിയതാണ്. അല്ലാതെ കുഞ്ഞ് പുറത്തിറങ്ങുന്ന യാതൊരു സാധ്യതയും കാണുന്നില്ല. ഈ കുഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ആയിരുന്നോ അതോ? അച്ഛൻ്റെ അടുത്തായിരുന്നു ഈ സമയത്ത് കിടന്നിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധുക്കളും അച്ഛനും അമ്മയൊക്കെ വീടിനകത്തുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ലൈവായിരുന്നു. കാരണം ഈ ഒരു തീ പിടുത്തമെല്ലാം ഉണ്ടായി, അങ്ങനെയൊക്കെ ഒരു സമയം എല്ലാവരും തീ അണയ്ക്കുന്നു. അപ്പോൾ ആ സമയത്താണ് കുഞ്ഞിനെ നോക്കുന്നു. അമ്മമ്മ നോക്കിയപ്പോൾ മൂത്ത കൊച്ചു കിടക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അവർ നോക്കിയപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിയെ കാണാനില്ല. ഈ അവർ എഴുന്നേൽക്കുമ്പം കുഞ്ഞുണ്ടായിരുന്നോ? എന്താ മനസ്സിലാക്കുന്നത്? അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ തീപിടുത്തത്തിൻ്റെ അണയ്ക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നിരിക്കും. വന്നിട്ട് അപ്പോൾ അമ്മ ചോദിച്ചു കുട്ടികളെ നോക്കണം. കുട്ടികളെ നോക്കിയപ്പം മൂത്ത കുട്ടി കിടക്കുന്നു. അപ്പോൾ ഇളയ കുട്ടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആദ്യം അവർ പറഞ്ഞ് 2 കുട്ടികളുണ്ട്. പക്ഷെ പിന്നീടാണ് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ കൊച്ചെവിടെയെന്ന് അമ്മ വിളിച്ച് അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടില്ല, ഞാൻ ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ മറുപടി. അപ്പോൾ ഏതായാലും ഒരു പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. നെയ്യാറ്റിൻകര DSP കൂടി ഉണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടക്കുകയാണ്. ഏതായാലും ഒരു ദുരൂഹതകൾ അക്കാര്യത്തിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. 2.5 വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞ്. ഈ കാണുന്നതാണ് വീട്. ഇതാണ് വീടിൻ്റെ അടുക്കള എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതിന് സമീപത്ത് ഈ വീടിന് തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടായി. അതിനുശേഷം അത് അണയ്ക്കുന്നതിന് വേണ്ടി വീട്ടുകാരെല്ലാം തന്നെ എഴുന്നേറ്റു. അപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്.